നമസ്കാരം, ഞാൻ അമ്പിളി ദേവി. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊറ്റംകുളങ്ങരയിലെ 2012-14 ബാച്ചിലെ വിദ്യാർത്ഥികളുടെ റീയൂണിയൻ ഈ വരുന്ന ജനുവരി 10 നടക്കുകയാണ്. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, ഓർമ്മയുണ്ടോ എന്നെ? ഞാൻ നിങ്ങളുടെ സിന്ധു ടീച്ചർ. 2012-14 വർഷം നിങ്ങളെ OS തിയറി പഠിപ്പിച്ച ടീച്ചറാണ് ഞാൻ. കൂടാതെ അന്ന് ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പലുമായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ ഏവരെയും ഒരുമിച്ച് ആ ക്ലാസ് റൂമിൽ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും കാണുമല്ലോ അത്തരം ആഗ്രഹം. എങ്കിൽ ഈ വരുന്ന ജനുവരി 10 നിങ്ങൾ നടത്തുന്ന റീയൂണിയൻ പരിപാടിക്ക് നമുക്ക് ഒരുമിക്കാം. നിങ്ങളെല്ലാവരും ഈ പരിപാടിക്ക് വരുമല്ലോ. നിങ്ങളുടെ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ രശ്മി ടീച്ചറാണ്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? 2012-14 വർഷത്തിലെ +1 ബാച്ചിലെ നിങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു നിങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ജനുവരി 10 നിങ്ങൾ റീയൂണിയൻ നടത്തുകയാണ്. അപ്പോൾ ഈ റീയൂണിയന് നിങ്ങളെ കാണാൻ വരാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ പഴയ ടീച്ചർമാരെയും സുഹൃത്തുക്കളെയൊക്കെ കാണാനും വിശേഷങ്ങൾ പറയാനും ഒക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ജനുവരി 10 റീയൂണിയന് വരും. അപ്പോൾ നിങ്ങളും എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ നിങ്ങളെ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ റീയൂണിയന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ആശ ടീച്ചർ. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. 2012-14 ബാച്ചിലെ നിങ്ങളെ ബിസിനസ് സ്റ്റഡീസ് പഠിപ്പിച്ച അധ്യാപികയാണ് ഞാൻ. ഇത്രയും നീണ്ട വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഒരിക്കൽ കൂടി അതേ ക്ലാസ് മുറിയിൽ വെച്ച് കാണുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം വീണ്ടും കുറച്ച് സമയം അതേ ക്ലാസ് മുറിയിൽ ചെലവഴിക്കുന്നതിനായി നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന റീയൂണിയനിൽ ഞാനും എത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും എത്തുമെന്ന് കരുതുന്നു. നമുക്ക് അവിടെ വെച്ച് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു പരിപാടിക്ക്, ഈ ഒരു റീയൂണിയൻ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ അനില ടീച്ചർ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്നെ? 2012-14 വർഷത്തിൽ നിങ്ങളെ വൊക്കേഷണൽ പ്രാക്ടിക്കൽ പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുവാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വരുന്ന ജനുവരി 10 നടക്കുന്ന റീയൂണിയനിലേക്ക് ഞാനും ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും. ഹായ്, നമസ്കാരം. ഞാൻ സ്വപ്ന ടീച്ചർ. 2012-14 ബാച്ചിൽ നിങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഈ വരുന്ന ജനുവരി 10 റീയൂണിയൻ പരിപാടിയിലേക്ക് നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നു. കൂടാതെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും നിങ്ങളെ ഓരോരുത്തരെയും കാണുവാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ രമ്യ ടീച്ചർ. എന്നെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? 2012-14 ബാച്ചിലെ നിങ്ങളുടെ വൊക്കേഷണൽ ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ. ഈ വരുന്ന ജനുവരി 10 നിങ്ങളുടെ ബാച്ചിൻ്റെ റീയൂണിയൻ ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാനും ഉണ്ടാവും. നിങ്ങളുടെ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം, ഞാൻ സുപ്രിയ കെ, ഗവൺമെൻറ് VHSS കൊറ്റംകുളങ്ങരയിലെ ഓഫീസ് സ്റ്റാഫായിരുന്നു. 2012-14 ബാച്ചിലെ കുട്ടികളുടെ ഓഫീസ് കാര്യങ്ങൾ നിർവഹിക്കുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ 2026 ജനുവരി 10 നിങ്ങൾ വീണ്ടും ഒരു റീയൂണിയൻ നടത്തപ്പെടുന്നതായി അറിഞ്ഞിരുന്നു. ഈ റീയൂണിയനിൽ ഞാൻ വളരെയധികം സന്തോഷത്തോട് നിങ്ങളെല്ലാം ഈ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് വീണ്ടും കാണുവാനായി കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിന്ദു ടീച്ചർ. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതായത് 2012-14 ബാച്ചിൽ കൊറ്റംകുളങ്ങര സ്കൂളിലെ VHSC വിഭാഗത്തിൻ്റെ പ്രിൻസിപ്പലും അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടറിഷിപ്പ് കോഴ്സിൻ്റെ വൊക്കേഷണൽ അധ്യാപികയുമായ ബിന്ദു TM ആണ് ഞാൻ. ഇത്രയും വർഷത്തിന് ശേഷം നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അതേ ക്ലാസ് റൂമിൽ വീണ്ടും കാണാൻ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാരെയും നിങ്ങളെ പഠിപ്പിച്ച ഓരോ അധ്യാപകരെയും വീണ്ടും കാണുവാൻ ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അതിനായി നമ്മളെല്ലാവരും ഈ വരുന്ന ജനുവരി മാസം 10 കൊറ്റംകുളങ്ങര GVHSSൽ വീണ്ടും ഒരു റീയൂണിയനിലൂടെ ഒന്നിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ
അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതുപോലെ ഒരിക്കൽ കൂടി എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കാണുവാനുള്ള ഒരവസരം ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബിന്ദു ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വിനോസി, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കൊമേഴ്സ്, SN കോളേജ് കൊല്ലം. ഞാൻ പ്രിയ ബാബു, ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ചാമക്കട ബ്രാഞ്ചിൽ ഡെപ്യൂട്ടി മാനേജറായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരെ അറിയാമുള്ളൂ. ഞാൻ 2012-14 കാലയളവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി പഠിപ്പിച്ച അധ്യാപകനാണ്. ഞാനും അതേ കാലഘട്ടത്തിൽ തന്നെ MS ബാച്ചിന് മാർക്കറ്റിംഗ് പഠിപ്പിച്ച അധ്യാപികയാണ്. ഞങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത് അതേ സ്കൂളിൽ വെച്ച് തന്നെയാണ്. എൻ്റെ ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. എന്റെയും ആദ്യത്തെ ബാച്ച്, എൻ്റെ ലൈഫിലെ തന്നെ ഫസ്റ്റ് സ്റ്റുഡന്റ് ബാച്ച് നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളൊരു റീയൂണിയൻ സംഘടിപ്പിക്കുന്നതായിട്ട് മനസ്സിലായി. ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തു. ജനുവരി 10-ാം തീയതി നടക്കുന്ന റീയൂണിയന് എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു. ഞങ്ങളെ ഫാമിലിയായിട്ട് ഇൻവൈറ്റ് ചെയ്ത എൻ്റെ ബാച്ചിലെ കുട്ടികൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. എന്നെയും ഈ ഒരു റീയൂണിയന്റെ ഭാഗമാക്കിയതിൽ ഞാനും ഇതിന് എല്ലാവിധ വിജയാശംസകളും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഓർക്കുന്നുണ്ടാവുമല്ലോ, 2012-14 ബാച്ചിലെ ആദ്യ വർഷം അക്കൗണ്ടൻസി പഠിപ്പിച്ച അധ്യാപകനാണ് ശിവപ്രസാദ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് കോളേജിലെ കോമേഴ്സ് വിഭാഗം അധ്യാപകനാണ്. നിങ്ങളുടെ ജനുവരി മാസം 10-ാം തീയതി നടക്കുന്ന പ്രോഗ്രാമിലേക്ക് എന്നെയും ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകളിലേക്കും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഒക്കെ കാണാനുള്ള ഒരു അസുലഭ അവസരമാണിത്. ഞാനുണ്ടാവും. നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി കാണുന്നതിന് വേണ്ടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, 2012-2014 കാലയളവിൽ കൊറ്റംകുളങ്ങര ഗവൺമെൻറ് VHSSൽ VHSC കോഴ്സിന് പഠിച്ചിരുന്ന കുട്ടികളുടെ ഒരു സംഗമം 2024 ജനുവരി 10 2-ാം ശനിയാഴ്ച നടത്തുവാൻ തീരുമാനിച്ച വിവരം അറിയുകയുണ്ടായി. ഇത് അങ്ങേയറ്റം സന്തോഷം നൽകുന്നതാണ്. നിങ്ങളെ ഓരോരുത്തരെയും കാണുവാനും അന്നത്തെ അധ്യാപക സുഹൃത്തുക്കളെയും അനധ്യാപകരെയും കാണുവാനും ഉള്ള ഒരു അവസരമായി ഞാൻ ഇതിനെ കാണുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ ഒത്തുചേരലിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും പരസ്പരം കാണുവാനും പരിചയം പുതുക്കുവാനും ഓർമ്മകൾ പങ്കിടുവാനുമുള്ള ഒരു അവസരമാണിത്. ഇത് യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരെയും കാണുവാൻ അതിയായ സന്തോഷത്തോടു കൂടി ഞാനും കാത്തിരിക്കുന്നു. ഈ സംഗമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സന്തോഷ് സാർ. ഞാൻ 2012-14 ബാച്ചിൽ നിങ്ങളെ പ്രാക്ടിക്കൽ പഠിപ്പിച്ചതാണ്. നിങ്ങൾ വീണ്ടും ഇവിടെ ജനുവരി 10-ാം തീയതി നിങ്ങൾ ഈ റീയൂണിയൻ അറേഞ്ച് ചെയ്തതായിട്ട് അറിഞ്ഞു. എനിക്കും വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീണ്ടും ഈ പഴയതുപോലെ തന്നെ ഈ ക്ലാസ് റൂമിൽ വന്നിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഈ റീയൂണിയൻ നടത്തുന്നതിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളെ എല്ലാ അധ്യാപകരും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഞാനും അതിനുവേണ്ടി പങ്കുചേരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോയ് സാർ. 2012-2014 കാലയളവിലെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പിലെ അധ്യാപകനായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ജനുവരി 10-ാം തീയതി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ അതേ ക്ലാസ് റൂമിൽ നിങ്ങളോടൊപ്പം ഇരിക്കാനും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ജനുവരി 10-ാം തീയതി നമുക്ക് ഒരുമിച്ച് കാണാം. നിങ്ങൾ എല്ലാവരും അവിടെ ജനുവരി 10-ാം തീയതിയിലെ പ്രോഗ്രാമിൽ എത്തിച്ചേരും. നമുക്ക് അവിടെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ നൗഷാദ്. നിങ്ങൾക്കെല്ലാം എന്നെ ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ 2012-2014 ബാച്ചിൽ നിങ്ങളുടെ വൊക്കേഷണൽ പ്രാക്ടിക്കലിൻ്റെ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിരുന്നു. 2026 ജനുവരി 10 നിങ്ങളൊരു റീയൂണിയൻ സംഘടിപ്പിക്കാൻ അറിയാൻ സാധിച്ചു. ഈ റീയൂണിയൻ നിങ്ങളുടെ ഓർമ്മകൾക്കൊരു പുതുജീവൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ റീയൂണിയൻ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റീയൂണിയനിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വളരെയേറെ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് നിങ്ങളെല്ലാവരും ജീവിതത്തിൻ്റെ തിരക്കിലായിരിക്കാം. ഈ തിരക്കിനിടയിലും സമയം കണ്ടെത്തി ഇതുപോലുള്ള ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഒരു കൂട്ടായ്മ തയ്യാറാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. കൂടാതെ ഈ പ്രോഗ്രാമിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. 2012-14 വർഷം VHSC വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഈ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു. 2026 ജനുവരി 10-ാം തീയതി, അതായത് സെക്കൻഡ് സാറ്റർഡേ ആണ് ഈ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു അവസരമായി കരുതിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പരിചയപ്പെടുന്നതിലുപരി ഞങ്ങൾക്കും നിങ്ങളെ കാണാൻ ഒരു ആഗ്രഹമായി ഇരിക്കുന്നു. ഈ ആഗ്രഹം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഈ സ്കൂളിന് നല്ലൊരു സംഭവമായി മാറും. ഒരു ചരിത്ര നിമിഷം നിങ്ങൾക്ക് കുറിക്കണമോ? നിങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കും. എൻ്റെ പേര് നൗഷാദ്. കൊറ്റംകുളങ്ങര VHSC സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. 2012-14 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ റീയൂണിയൻ, വീണ്ടും അവർ സംഘടിപ്പിക്കുന്ന സംഗമത്തിലേക്ക് കൊറ്റംകുളങ്ങര സ്കൂളിൻ്റെയും PTAയുടെയും പേരിൽ ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചവറ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം പ്രിൻസിപ്പൽ റിജിമോൾ. നമ്മളുടെ സ്കൂളിലെ VHSCയിലെ 2012-14 അധ്യയന വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വരുന്ന ജനുവരി 10-ന് നമ്മളുടെ സ്കൂളിൽ വീണ്ടും ഒന്നിക്കുന്നു. കാലം അകറ്റിയ സൗഹൃദങ്ങളുടെ ഒത്തുചേരലും പഴയകാല മധുര ഓർമ്മകളും പുതുക്കുന്ന ഈ വേള, ഈ സുദിനം ഒരു വൻ വിജയമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.